ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാലിനി പപ്പിമോളോട് ചോദിക്കുവാണ്, മോളെ ഈ ഫോൺ മോളല്ലാതെ വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല ചേച്ചിയമ്മേ. പിന്നെ ഇത് ആരാണ് ഈ ഫോണിൽ കൂടെ സത്യമോളെ വിളിച്ചിട്ട് അച്ഛനാണെന്ന് സംസാരിക്കുന്നത്? വിഷ്ണു അച്ഛനാണോ? അല്ല ചേച്ചിയമ്മേ. പിന്നെ ആരാ മോളെ? നീ സത്യം പറ. അത് ചേച്ചിയമ്മേ, ഞാനാ അങ്ങനെ ചെയ്യുന്നത്. പപ്പി നീയോ? ആ അതെ ചേച്ചിയമ്മേ. അന്ന് സത്യയ്ക്ക് സുഖമില്ലാതായില്ലയോ, അച്ഛനെ കാണാഞ്ഞിട്ടാണെന്നും പറഞ്ഞ് സത്യ ആഹാരമൊക്കെ കഴിക്കാതെ കരഞ്ഞുകൊണ്ടിരുന്നില്ലേ? അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പം ഞാൻ ഈ മൊബൈലിനകത്ത് അങ്ങനെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വിഷ്ണു അച്ഛൻ്റെ സ്വരത്തിൽ ഞാൻ സത്യയോട് സംസാരിക്കുമായിരുന്നു അച്ഛനാണെന്നും പറഞ്ഞ്. ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയോ ചേച്ചിയമ്മേ? സോറി ചേച്ചിയമ്മേ എന്നൊക്കെ അങ്ങനെ ആ കുഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ശാലിനി അപ്പം മനസ്സിൽ പറയുന്നത്, ദൈവമേ, ഒരമ്മ പെറ്റ ഇരട്ട കുഞ്ഞുങ്ങളാണല്ലോ ഇവർ. ഒരാൾക്ക് വേദനിക്കുമ്പോൾ മറ്റേ ആൾക്കും വേദനിക്കുന്നു. ഇങ്ങനെ തന്നെ ആകണം മക്കളെ നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ശാലിനി സങ്കടത്തോടെ പപ്പിയെ നോക്കി മനസ്സിൽ പറയുവാണ്. ഇനി എന്താണ് ഇതിനൊരു പോംവഴി? സത്യ വീണ്ടും വിളിക്കുമല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സത്യ വീണ്ടും, അച്ഛനെന്താ വിളിക്കാത്തത്? അച്ഛനെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാമല്ലോ എന്നും പറഞ്ഞ് സത്യ വീണ്ടും ഫോൺ ചെയ്യുവാണ്. അത് കണ്ടിട്ട് ശാലിനി പറയുന്നുണ്ട്, ദേണ്ട സത്യ വിളിക്കുന്നു, എന്ത് ചെയ്യും നമ്മൾ എന്നും പറഞ്ഞ് ശാലിനി ആ ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ്. അതിനുശേഷം കാണിക്കുന്നത് ശാലിനിയെ നല്ല ഭംഗിയായിട്ട് ആ പട്ടുസാരിയൊക്കെ അങ്ങോട്ട് ശാരദാമ്മയും ശ്യാമയെല്ലാം ചേർന്ന് അങ്ങോട്ട് ഉടുപ്പിക്കുവാണ്. അതീവ മനോഹരിയായിട്ട് സുന്ദരിയായിട്ട് ശാലിനി ഇങ്ങനെ നിൽക്കുവാണ്. അത് കണ്ടിട്ട് സത്യാമ്മയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാണ്. ശാലിനി അങ്ങ് നല്ലതുപോലെ നോക്കിയിട്ട്, ഈ പട്ടുസാരി എൻ്റെ മോക്ക് നല്ലോണം ചേരുന്നുണ്ട്, ഈ സാരിയിൽ എൻ്റെ മരുമകൾ സുന്ദരിയായിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ശ്യാമയോട് പറയുന്നു, ശ്യാമേ നീ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, എൻ്റെ മരുമകൾക്ക് എന്തെങ്കിലും കുറവ് കാണുന്നുണ്ടോ? ശ്യാമ പറയുന്നു, ഇല്ല സത്യാമ്മേ, ഞാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. ഇല്ല ശ്യാമേ, നീ ഒന്നുകൂടെ നോക്കിക്കേ, എന്തോ ഒരു കുറവ് കാണുന്നുണ്ട്, നീ ഒന്ന് നോക്കിക്കേ. വീണ്ടും ശ്യാമ പറയുന്നു, ഇല്ല സത്യാമ്മേ, സത്യാമ്മയ്ക്ക് തോന്നുന്നതാ, ഞാൻ നോക്കിയിട്ട് ഒരു കുറവും കാണുന്നില്ല, എന്നാലേ എൻ്റെ കണ്ണിലൊരു കുറവ് തോന്നുന്നുണ്ട് എന്നും പറഞ്ഞ് സത്യാമ്മ അകത്തോട്ട് കയറി പോവുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ശാരദാമ്മയും ശാലിനിയും ശ്യാമയും ഇങ്ങനെ പകച്ചു നിൽക്കുക. എന്താണ് ഈ സത്യാമ്മ കാണിക്കുന്നത്? എൻ്റെ കുഞ്ഞേച്ചി, ഇത്രയധികം സ്നേഹം എൻ്റെ കുഞ്ഞേച്ചിയോട് സത്യാമ്മയ്ക്ക് ഉണ്ടായിരുന്നോ? എനിക്കറിയില്ല മോളെ. ഈ സ്നേഹത്തിനൊക്കെ ഒരു കണക്ക് സത്യാമ്മ സൂക്ഷിക്കുന്നുണ്ട്. അത് തിരിച്ചു കൊടുക്കാതെ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ശാരദാമ്മ പറയുവാണ്, മോളെ ഞാൻ സ്വർഗത്തിൽ തന്നെയാണോ ഭൂമിയിലാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് എന്നെ ഞുള്ളി നോക്കുന്നുണ്ട്. ഇത് സ്വപ്നമാണോ എന്നൊന്നും അറിയില്ലല്ലോ എന്ന് കരുതി. ഇത്രയ്ക്ക് എല്ലാവർക്കും വിശ്വാസം വരുന്നില്ല സത്യാമ്മയുടെ ഈ മാറ്റം. സത്യാമ്മയെ നമുക്ക് ആർക്കും എളുപ്പം മനസ്സിലാക്കാൻ പറ്റില്ല കുഞ്ഞേച്ചി. സത്യാമ്മ ചില സമയം ഇങ്ങനെയാണ്, ചില സമയത്ത് നമുക്ക് ഇതിനേക്കാളും പ്രശ്നമാണ്. എന്തിനാണ് സത്യാമ്മ പിണങ്ങുന്നതെന്നും എന്താണ് അതിനുശേഷം ഉണ്ടാകാൻ പോകുന്നതെന്നും ഒന്നും അറിയാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ പിന്നിലും എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ് കുഞ്ഞേച്ചി എനിക്ക്. ആ ഭയത്തിൽ തന്നെയാണ് മോളെ ഞാനും നിൽക്കുന്നത് എന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്, പേടിക്കുന്നുമുണ്ട്. കാരണം ഏത് സമയത്തും സുസ്മിത അങ്ങോട്ട് വരുമെന്നുള്ള ആ പേടിയാണ് ശാലിനിയുടെ മുഖത്ത്. ശാലിനിക്ക് സത്യത്തിൽ അവിടെ വളരെ സന്തോഷത്തോടെ നിൽക്കാൻ കഴിയുന്നില്ല. സത്യാമ്മയുടെ ഈ സ്നേഹവും അവിടെ കിട്ടുന്ന ഈ ആദരവെല്ലാം സത്യത്തിൽ ശാലിനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഏത് സമയത്തും ഒരു ബോംബുമായിട്ട് സുസ്മിത അങ്ങോട്ട് കടന്നു വരും. സുസ്മിത വന്ന് പൊട്ടിക്കുന്ന ആ ബോംബിൻ്റെ പരിണിത ഫലമെന്ന് പറയുന്നത് ശാലിനിയും ശ്യാമയും ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കപ്പെടുമല്ലോ. ഇതൊക്കെ ഓർത്ത് ശാരദാമ്മയും സങ്കടപ്പെടുന്നുണ്ട്, ശാലിനിയെ സങ്കടപ്പെടുന്നുണ്ട്. വിഷ്ണുവാണെങ്കിൽ ശാലിനിയെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മാറി നിന്ന് നോക്കുവാണ്. ശാലിനിയുടെ മുഖത്ത് പറയത്തക്ക സന്തോഷം കാണുന്നില്ല. എന്തോ ഒരു വലിയ ടെൻഷൻ അയാൾ അനുഭവിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇനി എന്നോടുള്ള പിണക്കമാണോ? അന്ന് വീട് മാറാമെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റിയില്ലല്ലോ, ആ പിണക്കത്തിലാണോ? അതോ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? എന്തായാലും ഒന്ന് അറിഞ്ഞിട്ടേ ഉള്ളു കാര്യം എന്നും പറഞ്ഞ് വിഷ്ണു വന്ന് ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, എന്താണോ തനിക്കൊരു സന്തോഷമില്ലായ്മ? അങ്ങനെ ഒന്നുമില്ല വിഷ്ണുവേട്ട. ഇല്ല, തനിക്ക് എന്തോ ഒരു അകൽച്ച പോലെ തോന്നുന്നുണ്ടല്ലോ. അത് വിഷ്ണുവേട്ടൻ എന്നെ വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ നിന്നും അകറ്റി നിർത്തിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ആ അകൽച്ച ഫീൽ ചെയ്യുന്നത്. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കത്തില്ല. താൻ എന്തോ ടെൻഷനിലാണ് നിൽക്കുന്നത്. എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയൂ ശാലിനി എന്നൊക്കെ വിഷ്ണു ശാലിനിയോട് പറയുന്നുണ്ട്. ഒന്നുമില്ല വിഷ്ണുവേട്ട എന്ന് പറഞ്ഞ് ശാലിനി ഇങ്ങനെ അമ്പരപ്പോടെ നാല് ഭാഗത്തും നോക്കുന്നുണ്ട്. എവിടെക്കൊണ്ടാണ് സുസ്മിത കയറി വരുന്നതെന്ന് അറിയില്ലല്ലോ എന്നിങ്ങനെ ഭയത്തോടെ തന്നെയാണ് ശാലിനി
ശാലിനി അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും. മരുമകളെ എത്രയൊക്കെ ഒരുക്കിയിട്ടും മതിവരാത്ത സത്യാമ്മ അകത്തുനിന്നും ഒരു പാത്രം നിറച്ച് മുല്ലപ്പൂ കെട്ടിയതും കൊണ്ട് വരികയാണ്. ആ മുല്ലപ്പൂ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് സത്യാമ്മ ശാലിനിയുടെ തലമുടിയിലോട്ട് ചൂടിച്ചു കൊടുക്കുവാണ്. കണ്ടോ, ഇതാണ് ഒരു കുറവുണ്ടായിരുന്നത്. ഈ പൂവും കൂടി എൻ്റെ മരുമകളുടെ തലയിൽ ചൂടിക്കഴിഞ്ഞപ്പോഴാണ് അവളുടെ സൗന്ദര്യം പൂർണ്ണമായത്. എത്ര ഭംഗിയാണ് എൻ്റെ മരുമകളെ കാണാൻ. ശ്യാമയും രോഗത്തിനേക്കാളും കൂടുതൽ തിളങ്ങി നിൽക്കുന്നതെന്ന് എൻ്റെ ശാലിനി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷപ്പെടുകയും സത്യാമ്മ ശാലിനിയെ പിടിച്ച് നെറുകയിൽ മുത്തം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ വീണ്ടും ശാരദാമ്മയ്ക്ക് അങ്ങ് സങ്കടവും ഭയവുമാണ്. ദൈവമേ, ഇത് എത്ര നേരം നിലനിൽക്കും? ആ സുസ്മിത വന്ന് പപ്പിമോളെ കുറിച്ചുള്ള കഥകളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇത് ഏത് നിമിഷവും ഒരു നീർക്കുമ്മള പോലെ പൊട്ടിത്തകരാവുന്നതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മയെ ഓർത്ത് വിഷമിക്കുവാണ്. ഈ സമയം സുസ്മിത ഇങ്ങനെ കാറി ഭയങ്കര സന്തോഷത്തോടെ വന്നുകൊണ്ടിരിക്കുവാണ്. ആ മൊബൈൽ ഇങ്ങനെ നോക്കി സന്തോഷപ്പെടുകയാണ്. ഞാൻ വരുന്നുണ്ടടി ശാലിനി, ആഘോഷം അങ്ങനെ പൊടിപൂരമായിട്ട് നടക്കട്ടെ, ആ ആഘോഷ പൊടിപൂരത്തിന്റെ നടുക്കിൽ ഒരു ബോംബ് അങ്ങോട്ട് പൊട്ടിക്കാം എന്നൊക്കെ സുസ്മിത ഇങ്ങനെ കാറിൽ ഇങ്ങനെ മൊബൈൽ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. നിന്റെയൊക്കെ തലവരയാടി എൻ്റെ ഈ മൊബൈലിൽ ഇരിക്കുന്നത്, ഞാൻ അങ്ങോട്ടൊന്നും വരട്ടെ എന്നിങ്ങനെയൊക്കെ സുസ്മിത ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ റോഡിൽ കുറച്ച് പോലീസുകാർ വാഹനങ്ങളെല്ലാം തടഞ്ഞു നിർത്തുന്നുണ്ട്. സുസ്മിതയുടെ ഡ്രൈവർ പറയുന്നുണ്ട്, മേഡം നാണ്ട പോലീസുകാർ നിൽക്കുന്നുണ്ട്, ഏതോ വണ്ടിയെല്ലാം ചെക്കിങ് ചെയ്യുവാണെന്ന് തോന്നുന്നു. നീ വണ്ടിയൊന്നും നിർത്തണ്ടാടാ, നീ വിട്ടടിച്ചു പോ, എൻ്റെ വണ്ടി തടയാനുള്ള പോലീസുകാരന്മാരും അവിടെ നിൽപ്പില്ല എന്നിങ്ങനെ അഹങ്കാരത്തോടെ സുസ്മിത പറയുവാണ്. അവിടെ ഫ്രണ്ടും ഇങ്ങനെ വണ്ടി സ്പീഡിൽ ഓടിച്ചോണ്ട് വരുമ്പോൾ ആ പോലീസുകാർ പെട്ടെന്ന് നടുക്കോട്ട് മാറി നിന്ന് കൈ കാണിച്ച ആ വണ്ടി അവിടെ നിർത്തിക്കുവാണ്. എന്നിട്ട് അവിടെ ഡ്രൈവർ ആ ബുക്കും പേപ്പറും ഒക്കെ എടുത്തിട്ട് പോലീസുകാരൻ്റെ അടുത്തോട്ട് വരുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇതൊന്നും അല്ലടാ ഞങ്ങൾക്ക് ആവശ്യം, ഇതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ഞങ്ങൾ നോക്കുന്നത്. ആ വണ്ടിക്കകത്ത് എന്താണുള്ളത്, എന്ത് മയക്കുമരുന്നാണ് കൊണ്ടുവരുന്നത്, വല്ല മയക്കുമരുന്ന് വല്ലതും ആണോ, വല്ലതും ഉണ്ടെങ്കിൽ എളുപ്പം തന്നെ ഇങ്ങ് തന്നേരെ, അവിടെ ഇവിടെ ഒളിച്ച് വെച്ച് സമയം കളയണ്ട, എവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ എളുപ്പം ഇങ്ങ് തന്നേരെ എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ്. എന്നിട്ട് ആ പോലീസുകാരൻ വന്നിട്ട് സുസ്മിതയോട് പറയുന്നത്, നിങ്ങൾ ഇന്ന് ഇറങ്ങിക്ക്, ഞങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ല, ഞാനൊരു സ്ത്രീയാണ്, എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ എന്തിനാണ് എൻ്റെ വണ്ടി സെർച്ച് ചെയ്യാൻ പോകുന്നത്, അതൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പോലീസുകാരൻ സുസ്മിതയോട് പറയുന്നുണ്ട്. നിങ്ങൾ ആരോടാ കളിക്കുന്നതെന്നറിയാവോ, ACPകാരൻ ചന്ദ്രബോസിന്റെ ചിറ്റപ്പനാണ്. കുറച്ച് മുമ്പ് ഇവിടെ ഒരുത്തൻ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ അളിയനാണ് മന്ത്രിയത്. ഇങ്ങനെ ഓരോരോ ബന്ധങ്ങളും ഒക്കെ പറയും. ഇതേ അങ്ങ് മുകളിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്നുള്ള ഓർഡറാണ്. ഇതിനകത്ത് ആരും ബന്ധവും സ്വന്തവും ഒന്നുമില്ല. നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിക്കേ, ഈ കാറ് ഞങ്ങൾക്ക് പരിശോധിക്കേണ്ട കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ സുസ്മിത ആ കാറിൽ നിന്ന് അങ്ങ് ഇറങ്ങുവാണ്. സുസ്മിത അങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ അഹങ്കാരത്തോടെ ഇങ്ങനെ ഇറങ്ങി വെളിയിൽ നിൽക്കുവാണ്. ആ പോലീസുകാർ ആ കാറൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഇതിനകത്ത് എന്തോ സാധനം, ഒരു കുടുംബം കലക്കാനുള്ള സാധനമൊക്കെ ആണോ ഇതിനകത്തിരിക്കുന്നത്, ആ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആ പോലീസുകാർ ഇങ്ങനെ അനവൊക്കെ സെർച്ച് ചെയ്യുന്നത്. കുറച്ചു നേരമായിട്ട് വരാത്തപ്പോൾ സുസ്മിതയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് പറയുന്നത്, എൻ്റെ മൊബൈൽ ആ കാറിനകത്ത് ഇരിപ്പുണ്ട്, എനിക്ക് ആ മൊബൈൽ എടുത്ത് തരണം എന്ന് പറയുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, അതവിടെ ഇരിക്കട്ടെ, അതെല്ലാം സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈലൊക്കെ തരാം, അതുവരെയും ഞങ്ങൾക്ക് അതിനകത്ത് കുറച്ച് പണികളുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് പോകേണ്ട കാര്യമുണ്ട്, അർജൻറ്റായിട്ട് എനിക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ സുസ്മിത അവിടെ കിടന്ന് പറയുവാണ്. ആ പോലീസുകാർ അതൊന്നും കണക്കിലെടുക്കുന്നില്ല. അവൾ അവിടെ നിന്ന് ഇങ്ങനെ ദേഷിച്ചും പല്ലുകടിച്ചൊക്കെ അങ്ങ് നിൽക്കുവാണ്. കാരണം സത്യാമ്മയുടെ വീട്ടിലെ ഫംഗ്ഷന് മുമ്പേ അവൾക്ക് അവിടെ എത്തണമല്ലോ, എന്നിട്ട് വേണമല്ലോ ശാലിനിയെയും ശ്യാമയും സത്യാമ്മയെ കൊണ്ട് അവരെ അടിച്ച് പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവൾ ഈ പാടുപെട്ട് ഓടി വരുന്നത്. ശാലിനിക്ക് അവിടെ നിന്നിട്ട് ഒരു സമാധാനമില്ല. ശാലിനിക്ക് ആ ഫംഗ്ഷൻ നടക്കുന്നിടത്തൊന്നും നിൽക്കാനേ പറ്റുന്നില്ല. ശാലിനി ആകെ അമ്പരപ്പോടെ ഇങ്ങനെ ഭയന്ന് വെളിയിൽ വന്ന് നോക്കുവാണ്, സുസ്മിത വരുന്നുണ്ടോ, എന്താ നടക്കാൻ പോകുന്നതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ആ സമയത്താണ് അവിടെ പോലീസ് ചെക്കിങ് നടക്കുന്നത്. ആ പോലീസുകാർ ആ മൊബൈൽ എടുക്കുമോ, സുസ്മിതയുടെ കയ്യിലെ മൊബൈലിലുള്ള ആ വീഡിയോ പോലീസുകാർ ഡെലിറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, സുസ്മിതയുടെ പ്ലാൻ ഒന്നും നടക്കില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. ശാലിനി തന്നെ ഇവിടെ വിജയിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.